മികച്ച സംവിധാനം ഉണ്ടെങ്കിൽ സംരംഭങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾക്ക് സാധിക്കുമെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്. നമ്മൾ ഒരു മാൾ തുടങ്ങിയാൽ അതിലേക്ക് ഇത്രയാൾ വരണം, അതിന് സർവീസ് കൊടുക്കണം, ആ ഉപഭോക്താക്കൾക്ക് സന്തോഷമുണ്ടാകണം, മാൾ ക്ലീൻ ആയിരിക്കണം, അവിടുത്തെ തിയേറ്ററുകൾ പ്രോപ്പർ ആയിരിക്കണം, ഇങ്ങനെ എന്തൊക്കെ തലവേദനകളുണ്ട്. എന്നാൽ കേരളത്തിലൊരു മലയാളി 200 മാൾ ഒരുമിച്ച് നടത്തുന്നില്ലേ? അയാൾ എങ്ങനെയാണ് ഇതൊക്കെ നടത്തുന്നത്? സംരംഭം തുടങ്ങുന്നത് എങ്ങനെ? തലവേദനയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നതാണല്ലോ. അദ്ദേഹത്തിന്റെ ഉറക്കത്തെ എല്ലാം ഇത് ബാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര ചോദിച്ചതും അതൊക്കെ തന്നെയാണ്. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാൻ ഉണ്ടാക്കുന്ന സിസ്റ്റം തെറ്റിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവർ അവരുടെ എളുപ്പത്തിന് വേണ്ടി ഉഴപ്പിയിട്ട് അല്ല അവിടെ ജോലി ചെയ്യേണ്ടത്. ചില അശ്രദ്ധ കൊണ്ടൊക്കെ സിസ്റ്റം തെറ്റിപ്പോകും, സ്വാഭാവികമാണ് അതെല്ലാം. അപ്പോൾ എന്റെ സഫാരി ചാനലും ലേബർ ഇന്ത്യയും ഒക്കെ നന്നായി പോകുമെന്ന് പറയുന്നവർ അത് നിർത്തി പഴയതുപോലെ സംരംഭങ്ങളൊന്നും പോകുന്നില്ലല്ലോ എന്ന് തന്നോട് ചോദിച്ചു തുടങ്ങും. എന്റെ ഉപഭോക്താക്കളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഒരാൾ 50 രൂപ ലേബർ ഇന്ത്യക്ക് വേണ്ടി ഈടാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി മികച്ച നിലവാരത്തിൽ അദ്ദേഹത്തിന് കിട്ടണം. അത് എൻ്റെ ഒരു ഉറപ്പാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു പൊരുത്തക്കേടാണ്. അത് ഞാൻ ഒരിക്കലും പൊറുക്കുകയുമില്ല. ഞാൻ പോരാടുന്നത് എന്റെ കസ്റ്റമർക്ക് വേണ്ടിയാണ്. സഫാരിയിൽ നിന്നും പോകുന്ന കണ്ടന്റ് കണ്ട് ഞാനും പ്രേക്ഷകരെ നെറ്റിച്ചുളിക്കരുത്. അത് മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ കൂടെ പ്രവർത്തിക്കുന്ന 80% പേരും കഴിഞ്ഞ 20 വർഷമായി എന്റെ കൂടെ ഉള്ളവരാണ്. അതിനർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കും, അത് അവർക്കൊക്കെ അറിയാം. എന്താണ് കാരണമെന്നും അവർക്കറിയാം. അദ്ദേഹം പറഞ്ഞു. തന്റെ യാത്രകളിൽ എപ്പോഴും അറപ്പ് തോന്നാത്ത വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നും സന്തോഷ് ജോർജ് കുളങ്ങര വ്യക്തമാക്കി. പാറ്റയെ കാണുമ്പോൾ നമുക്ക് അതിന്റെ മണം ഓർമ്മ വരും, അതുകൊണ്ട് അത് കഴിക്കാൻ തോന്നില്ല. എന്നാൽ ചെമ്മീൻ നമ്മൾ കഴിക്കില്ലേ? ചെമ്മീനും പുൽച്ചാടിക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? ചെമ്മീൻ കഴിക്കുന്നതിന് പുൽച്ചാടിയെ കഴിക്കുന്നതിനെ കുറ്റം പറയുന്ന ആളുകളുമുണ്ട്. തായ്വാനിൽ വെച്ച് ഞാൻ പാമ്പിന്റെ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. പ്രശംസിക്കലും ആദരിക്കലും വ്യത്യസ്തമാണ്. ഞാൻ ഒരാളെ പ്രശംസിക്കുന്ന ആളാണ്. ഒരു വ്യക്തിയുടെ അഭിനയ മികവിനെ അല്ലെങ്കിൽ ആലാപന മികവിനെ നമ്മൾ പ്രശംസിക്കുകയും കൈയടിക്കുകയും ചെയ്യും. അതിനർത്ഥം അയാളുടെ ജീവിത വീക്ഷണമൊക്കെ ആ പാട്ടും അഭിനയവും ഒക്കെ പോലെ സുന്ദരവും സുരഭിലവുമാകണമെന്നില്ല. സിനിമയിൽ ഒരാൾ ഹീറോ ആണെങ്കിൽ അയാൾ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണമെന്ന് കരുതുന്നത് തെറ്റാണ്. അയാൾ അങ്ങനെയല്ലാതെ ഏതെങ്കിലും വ്യക്തികളുമായി വഴക്കുണ്ടാക്കുകയോ തർക്കിക്കുകയോ ഒക്കെ ചെയ്താൽ ഇയാൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സിനിമയല്ല ജീവിതം, പൊതുസമൂഹത്തിൽ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം. ഭരണത്തിൽ മികവുള്ള ആളെയാണ് ഏറ്റവും വലിയ ശുദ്ധാത്മാവ് എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. യൂസുഫ് അലി സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു, പുതിയ വിമാനം വാങ്ങിക്കെട്ടോ, എപ്പോഴാണ് യാത്ര പോകേണ്ടതെന്ന്. വിമാനം വന്നപ്പോൾ ആദ്യം പറഞ്ഞിട്ടില്ല. അടുത്ത തവണ ദുബായിൽ വരുമ്പോൾ വിമാനത്തിൽ കയറണം, പോകണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പുള്ളി ഒരു ഇൻസ്പയറിംഗ് വ്യക്തിയല്ലേ? ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹം. അന്ന് അദ്ദേഹം വിമാനത്തിൽ കയറി പഴംപൊരിയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടു. അതേസമയം ഞാനാണ് ലുലു മാൾ നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീസ് വാങ്ങില്ലെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിരുന്നു. പകരം ആ പൈസയും കൂടെ മാളിലെ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കും. സ്വാഭാവികമായും ആളുകൾ അപ്പോൾ പരാതി ഉയർത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതൊരു ബുദ്ധിപരമായ നീക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു വർഷം പാർക്കിംഗ് ഇനത്തിൽ കിട്ടുന്ന വരുമാനത്തിനെ ഓരോ പ്രൊഡക്റ്റിലും വില ഈടാക്കി പ്രശ്നം തീർക്കാമല്ലോ. പരാതിയും ആർക്കും തന്നെ ഇല്ല. ഒരു 50 പൈസ വെച്ച് ചിലപ്പോൾ പ്രൊഡക്റ്റിന് കൂടും. ഇത് കസ്റ്റമേഴ്സ് അറിയുമോ? അവർക്കത് മനസ്സിലാകുമോ? ആർക്കെങ്കിലും പരാതി ഉണ്ടാകുമോ? മറ്റ് സ്ഥാപനങ്ങളെല്ലാം അതാണ് ചെയ്യുന്നത്. പാർക്കിംഗ് ഫീസ് കൂട്ടിച്ചേർത്തല്ലേ ഹോട്ടലുകളിൽ ബില്ല് ഈടാക്കുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സഫാരി ചാനൽ ആരംഭിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെ ആളുകൾ വിട്ടുപോയാൽ നമ്മൾ ആ സ്ഥാപനം പൂട്ടേണ്ടി വരുമോ എന്ന്. ഞാൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്. ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കറിയാം. സഞ്ചാരം എന്ന പരിപാടി കൊണ്ട് ഞാൻ തുടങ്ങിയ ചാനലാണിത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ആശ്രയിക്കാതെ ആ ചാനൽ കൊണ്ടുപോകാൻ എനിക്കറിയാം. ഒരിക്കൽ പോലും സഫാരിയിൽ പരസ്യം കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പരസ്യമില്ലാതെ തന്നെ സഫാരിയിൽ വരുമാനമുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. എനിക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വിജയകരമായി വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇത്രയും കൊല്ലം സഫാരി ചാനൽ വിജയകരമായി മുന്നോട്ട് പോയത്. ഞാൻ എന്റെ ഒരു സ്ഥാപനത്തിലെ ലാഭമെടുത്ത് മറ്റൊരു സ്ഥാപനം നടത്താറില്ല. ഓരോ സ്ഥാപനവും ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ പൂർണ്ണ വിജയം നേടി വ്യവസായി അല്ല.
എന്നാൽ എന്റെ സ്ഥാപനങ്ങളെല്ലാം വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. കഠിനമായ പ്ലാനിങ്ങും അധ്വാനവും അതിന് സഹായിച്ചിട്ടുമുണ്ട്. സാമ്പത്തിക അച്ചടക്കം എനിക്കുണ്ട്. ഒരു സ്ഥാപനത്തിലെ ലാഭം മറ്റൊരു സ്ഥാപനത്തിനായി ഞാൻ ഉപയോഗിക്കാറില്ല. സഫാരിക്കും ലേബർ ഇന്ത്യക്കും സഞ്ചാരി എക്സ്പ്ലോറേഷനും വിജയകരമായി മുന്നോട്ട് പോകാനുള്ള പണം അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പാക്കുന്നുണ്ട്. എല്ലാത്തിനും മിനിമം ലാഭമുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലാഭം ഇല്ലാതെ ബിസിനസ് നടക്കുന്നത് ശരിയല്ലല്ലോ.